പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സിലെ ലെറ്റസസ് ആണ്. അതോടുകൂടി ഈ ചാപ്റ്റർ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. നമ്മൾ ആ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ഇൻറ്റു കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതായത് കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കുറേ കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന് അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിലേക്ക് ഓരോ റിയാക്ഷൻ്റെ പേരിൻ്റെ താഴെ ഏത് റിയാക്ഷനാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ZN പ്ലസ് FeSO4 ഗീവ്സ് ZnSO4 പ്ലസ് Fe. നിങ്ങൾക്കറിയാം ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. അതായത് FeSO4 ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് നിൽക്കുകയാണ്. അതിലേക്ക് എന്ത് ചെയ്യാണ്, പിന്നെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് SO4ൻ്റെ കൂടെ ZN ആണുള്ളത്, പിന്നെ Fe ഫ്രീ ആയിട്ട് Fe മാത്രമായിട്ടാണ് പോകുന്നത്. ദെൻ NaCl പ്ലസ് AgNO3 ഗീവ്സ് NaNO3 പ്ലസ് AgCl. ഇതൊരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. നമ്മൾ ഈ റിയാക്ഷൻസിനെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്, ഡീറ്റെയിൽ ആയ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ദെൻ തേർഡ്, 2PbNO3 ട്വൈസ് ഗീവ്സ് 2PbO പ്ലസ് 4NO2 പ്ലസ് O2. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിലധികം സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, H2 പ്ലസ് I2 ഗീവ്സ് 2HI. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. 1 or 2 സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്ത് ടു ഫോം 1 പ്രൊഡക്റ്റ്. ഒന്നിലധികം സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ അതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. നെക്സ്റ്റ്, PbNO3 ട്വൈസ് പ്ലസ് 2Ki ഗീവ്സ് PbI2 പ്ലസ് 2KNO3. ഇതൊരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് Pbയുടെ കൂടെയുള്ള NO2 പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് Kയുടെ കൂടെ ആവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ Ki എന്നുള്ളതിൽ നിന്ന് ദെൻ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് PbI2 ആയിട്ട് മാറുന്ന Pbൻ്റെ കൂടെ മാറുകയും ചെയ്യാണ്. ദെൻ NH4NO2 ഗീവ്സ് 2H2O പ്ലസ് NO2. ഇത് ഒരു പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇവിടെ 3 റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓരോ റിയാക്ഷൻ്റെയും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഇതേത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3Mg പ്ലസ് N2 ഗീവ്സ് Mg3N2. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം പ്ലസ് നൈട്രജൻ ഗീവ്സ് മഗ്നീഷ്യം നൈട്രേറ്റ് ആണ്. മഗ്നീഷ്യവും നൈട്രജനും കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം നൈട്രേറ്റ് ഉണ്ടാവുന്നതാണ്. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ 3Mg പ്ലസ് N2 ഗീവ്സ് Mg3N2. Then B, zinc carbonate on heating gives zinc oxide plus carbon dioxide. zinc കാർബണേറ്റിന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഫോം ചെയ്യുന്നത്. ZnCO3 ഗീവ്സ് ZnO പ്ലസ് CO2. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ദെൻ C, അലൂമിനിയം പ്ലസ് ലെഡ് നൈട്രേറ്റ് ഗീവ്സ് അലൂമിനിയം നൈട്രേറ്റ് പ്ലസ് ലെഡ്. 2Al പ്ലസ് 3PbNO3 ട്വൈസ് ഗീവ്സ് 2AlNO3 ത്രൈസ് പ്ലസ് 3Pb. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ 3 കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് കോപ്പർ പൗഡർ ഇൻ എ ചൈന ഡിഷ്. അതായത് ഒരു ചൈന ഡിഷിൽ കോപ്പർ പൗഡർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ലഭിക്കുകയാണെങ്കിൽ അതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. അഥവാ ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടു ഫോം സിൽവർ ക്ലോറൈഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ. അതായത് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ആണ്. ഇവിടെ എന്ത് ചെയ്യണം, അയോൺസിനെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ദെൻ തേർഡ് വൺ, ഫോർമേഷൻ ഓഫ് ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് ഓൺ ഹീറ്റിംഗ് ഫെറസ് സൾഫേറ്റ് ഗ്രാനുൾസ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഫെറസ് സൾഫേറ്റ് ഗ്രാനുൾസിനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ആണ്. അതിന് കാരണം
ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അതായത് ഫെറസ് സൾഫേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും കോമ്പൗണ്ട് കിട്ടുന്നത്. ദെൻ വാട്ട് ആർ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ റിയാക്ഷൻസും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതും അതിൻ്റെ എക്സാമ്പിളും. റിയാക്ഷൻസ് ഇൻ വിച്ച് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതായത് ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെൻറ്റ് മറ്റൊരു എലമെൻറ്റ് കൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Zn+2HCl ഗീവ്സ് ZnCl2+H2. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് നമുക്ക് ലഭിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ഈച്ച് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് days or months to complete and those that take just a few seconds or minute. ടോപ്പിക്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ 4 ഫിഗർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ള റിയാക്ഷൻസിന് എഴുതിയാൽ മതി. ഇവിടെ സ്ലോ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെതറിങ് ഓഫ് റോക്സ് ആണ്. അതായത് പാറ പൊടിച്ചിട്ട് മണ്ണുണ്ടാകുന്ന റിയാക്ഷൻ. അതേപോലെ തന്നെ സ്ലോ റിയാക്ഷനാണ് റെസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിടിക്കുന്നത്. അതൊരു സാവധാനം നടക്കുന്ന റിയാക്ഷനാണ്. then ഇവിടെ ഫാസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലോഷനാണ്. അതേപോലെ റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ, സോഡിയം വാട്ടറുമായിട്ടുള്ള റിയാക്ട് ചെയ്യുന്നത് വളരെ സ്പീഡായിട്ട് നടക്കുന്ന ഒരു ഫാസ്റ്റ് റിയാക്ഷനാണ്. Then 6th question, how does the rate of chemical reaction vary when a gas reacts with a large piece of a solid substance and is fine powder? Explain the reason. നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് സർഫസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻ ഒരു ഗ്യാസ് എന്ത് ചെയ്യുക, ലാർജ് പീസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൗഡറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വ്യത്യാസമാണുള്ളത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വെൻ സബ്സ്റ്റൻസസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പീസസ് ഓർ പൗഡേർഡ് ദ സർഫസ് ഏരിയ ഇൻക്രീസസ്. അതായത് സബ്സ്റ്റൻസിനെ ചെറിയ കഷ്ണങ്ങളാക്കുകയോ അല്ലെങ്കിൽ പൊടിയാക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. റിസൾട്ടിങ് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ ദ എഫക്റ്റീവ് കൊളീഷൻ ദെർബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ എഫക്റ്റീവ് കൊളീഷനിൽ പങ്കെടുക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും. അതേപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഫലമായിട്ട് കൂട്ടിയിടിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യും. Then 7th question, the rate of chemical reaction for a fixed amount of reactant is low at room temperature. Is it possible to increase the rate of chemical reaction without changing the temperature? അതായത് റൂം ടെമ്പറേച്ചറിൽ ഒരു റിയാക്ഷൻ്റെ റേറ്റ് വളരെ സ്ലോ ആണ്. നമുക്കറിയാം ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാതെ എങ്ങനെ റിയാക്ഷൻ റേറ്റ് കൂട്ടാമെന്നാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ബൈ ആഡിങ് കാറ്റലിസ്റ്റ് അല്ലേ, കാറ്റലിസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാം. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കാറ്റലിസ്റ്റ്. അതായത് സ്വയം ഒരു മാറ്റത്തിന് വിധേയമാവാതെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസാണ് കാറ്റലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ 8th question, സിങ്ക് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. അതായത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Zn+2HCl ഗീവ്സ് ZnCl2+H2. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇസ് ദിസ്? ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ഫോർ ഇൻക്രീസിങ് ദി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ പ്രോഡക്റ്റിലാണുള്ളത്. ഹൈഡ്രജൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബൈ ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാലോ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ അളവ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. 9th question, the chemical equation of the conversion of hydrogen peroxide to water and oxygen is given. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് കൺവേർട്ട് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനും ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? ഇറ്റ് ഈസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. കാരണം H2O2 സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 പ്രൊഡക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ ബി, വിച്ച് സബ്സ്റ്റൻസസ് ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്? ബൈ വാട്ട് നെയിം ഈസ് ഇറ്റ് കോമൺലി നോൺ? അതായത് ഈ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷനെ സ്പീഡപ്പ് ചെയ്യാൻ ആക്സലറേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണ് ആഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്താണ് MnO2 മാംഗനീസ് ഡയോക്സൈഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് കാറ്റലിസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന പേരിലാണ് MnO2 അറിയപ്പെടുന്നത്. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
Solutions of ammonium chloride and sodium hydroxide are taken in a test tube and heated. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും അമോണിയം ക്ലോറൈഡിൻ്റെയും ഒരു സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഹീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? അമോണിയ അല്ലെ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ NH3 അല്ലെങ്കിൽ അമോണിയ ആയിരിക്കും. വിച്ച് ഫാക്ടർ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ? ഇവിടെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനും ഏത് ഫാക്ടറാണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചർ അല്ലേ, നിങ്ങൾക്കറിയാം. അതായത് ഹീറ്റ് ചെയ്യാതെ വെക്കുന്ന സമയത്ത് അവിടെ അമോണിയം ഫോം ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ചൂടാക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അമോണിയം ഫോം ചെയ്യുന്നതും ഒരു പഞ്ചൻ്റ് സ്മെല്ല് ഒബ്സർവ് ചെയ്യുന്നതൊക്കെ. ദെൻ വാട്ട് ഈസ് ത്രെഷോൾഡ് എനർജി? ത്രെഷോൾഡ് എനർജി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിയാക്ടൻസ് അണ്ടർഗോയിങ് എ കെമിക്കൽ റിയാക്ഷൻ റിക്വയർ എ certain amount of kinetic energy to get converted into products. This energy is called threshold energy. അതായത് കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റൻസിന് ഒരു പ്രത്യേക എമൗണ്ട് കൈനറ്റിക് എനർജി കിട്ടിയാൽ മാത്രമേ അവ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഇങ്ങനെ പ്രൊഡക്റ്റായി മാറാൻ വേണ്ടി റിയാക്റ്റൻസിന് കിട്ടുന്ന ഈ എനർജിക്കാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയാം. ദെൻ അതിലെ D ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. When the reactants are heated, the kinetic energy of the particle increases. റിയാക്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ദാറ്റ് അറ്റൈൻ ദ ത്രെഷോൾഡ് എനർജി ഇൻക്രീസസ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറണമെങ്കിൽ ത്രെഷോൾഡ് എനർജി കിട്ടണം. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ത്രെഷോൾഡ് എനർജി ലഭിച്ചിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുക. And as a result, number of effective collisions increases, leading to an increase in the rate of reaction. അപ്പോൾ ത്രെഷോൾഡ് എനർജി കിട്ടിയിട്ടുള്ള പാർട്ടിക്കിൾസ് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ് ചെയ്യും. അതെന്ത് ചെയ്യും, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾ ഈ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ടൈപ്പും എല്ലാ ടൈപ്പ് റിയാക്ഷൻസും പഠിച്ചു വെക്കുക. അതേപോലെ റേറ്റ് ഓഫ് റിയാക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും നല്ല കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻ അത് തന്നെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ ലെറ്റേഴ്സും കൂടെ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ആൻസറും അല്ലേ ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്ക് ഇനി എക്സാമിന് വേണ്ടി ഒറ്റ ചാപ്റ്ററും കൂടെ, നെക്സ്റ്റ് ചാപ്റ്റർ കൂടെയാണ് വേണ്ടത്, സൊല്യൂഷൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.